നമസ്കാരം, ഞാൻ കാഥ പ്രകാശ്. ബിലാത്തി പൊളിറ്റിക്കൽ ഡെസ്കിലേക്ക് സ്വാഗതം. സെലിം കുമാർ മികച്ചൊരു നടനാണ്. മലയാളികളെ പതിറ്റാണ്ടുകളോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഹാസ്യ സമ്രാട്ടാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി കേരളത്തിന്റെ അഭിമാനമുയർത്തിയ പ്രതിഭയാണ് എന്ന കാര്യത്തിൽ ഇവിടെ യാതൊരു തർക്കവുമില്ല. എന്നാൽ അന്തരിച്ച ഈ നടന് സ്മാരകം പണിയാനായി സർക്കാർ ഖജനാവിൽ നിന്ന് 1 കോടി രൂപ വകയിരുത്തുന്നതിന് പിന്നിലെ ന്യായാന്യായങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ജനങ്ങളുടെ നികുതി പണം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഇങ്ങനെയാണോ വകമാറ്റി ചെലവഴിക്കേണ്ടത്? ദേശീയ അവാർഡ് കിട്ടിയ എല്ലാവർക്കും ഇവിടെ സർക്കാർ ചിലവിൽ സ്മാരകം പണിയാറുണ്ടോ? അഭിനയ പ്രതിഭകളായ ഭരത് ഗോപി, തിലകൻ, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ മഹാരഥന്മാർക്ക് സർക്കാർ സ്മാരകം പണിതിട്ടുണ്ടോ? ഈ പ്രതിഭകളെക്കാൾ വലിയ എന്ത് അധിക യോഗ്യതയാണ് സെലിം കുമാറിന് മാത്രമുള്ളത്? ഉത്തരം വളരെ ലളിതമാണ്. ഇത് കലയല്ല, മറിച്ച് ശുദ്ധമായ രാഷ്ട്രീയമാണ്. അന്തരിച്ച നടൻ സെലിം കുമാർ കോൺഗ്രസിന്റെ സജീവ സഹയാത്രികനായിരുന്നു എന്നതും നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഏറ്റവും അടുത്ത വ്യക്തിപരമായ സുഹൃത്തായിരുന്നു എന്നതുമല്ലേ ഈ ഇത്ര പെട്ടെന്ന് 1 കോടി രൂപ അനുവദിക്കാനുള്ള യഥാർത്ഥ യോഗ്യത? കേവലം വ്യക്തിപരമായ താല്പര്യങ്ങളുടെയും രാഷ്ട്രീയ സൗഹൃദങ്ങളുടെയും പേരിൽ പൊതുജനങ്ങളുടെ പണം ഇങ്ങനെ ദൂർത്തടിക്കാൻ ബഡ്ജറ്റ് എന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം പോക്കറ്റ് മണിയാണോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിനെ തെറ്റു പറയാനാകില്ല. സെലിം കുമാറിനോട് കോൺഗ്രസ് നേതാക്കൾക്ക് അത്രമേൽ ആദരവുണ്ടെങ്കിൽ, വി.ഡി. സതീശന് തന്റെ പ്രിയ സുഹൃത്തിനോട് അത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ, പാർട്ടി മുൻകൈയെടുത്തൊരു ട്രസ്റ്റ് രൂപീകരിച്ച് പണം കണ്ടെത്തി സ്മാരകം പണിയുകയാണ് വേണ്ടത്. ഇവിടെ മറ്റൊരു രസകരമായ ചരിത്രം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ പേരിൽ ഒരു സ്മാരകം പണിയാൻ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ച് ഇറങ്ങിത്തിരിച്ചതാണ്. പണം പിരിച്ചതാണ്, എന്നാൽ ആ സ്മാരകം യാഥാർത്ഥ്യമായതുമില്ല. സ്വന്തം നേതാവിന് സ്മാരകം പണിയാൻ പരാജയപ്പെട്ടവർ സുഹൃത്തിന്റെ സ്മാരകം പണിയാൻ ജനങ്ങളുടെ ഖജനാവ് കൊള്ളയടിക്കുന്ന ഈ കാഴ്ച തികച്ചും ഹാസ്യാത്മകമാണ്. പ്രിയ നടൻ സെലിം കുമാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സിനിമയിലെ ഡയലോഗിലൂടെ ഈ രാഷ്ട്രീയ കോമാളിത്തത്തെ ഏറ്റവും ഭംഗിയായി പരിഹസിച്ചനെ എന്ന് ഉറപ്പാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. നന്ദി, നമസ്കാരം.